നമ്മുടെ വിൻസെന്റ് മാഷ് സംവിധാനം ചെയ്തൊരു സിനിമയാണ് തീരം തേടുന്ന തിര. ഇത് സിനിമ ബോബൻ കുഞ്ചാക്കോയാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്, നമ്മുടെ കുഞ്ചാക്കോന്റെ അച്ഛൻ. പക്ഷേ ഈ സിനിമയിലെ പ്രധാന കഥാപാത്രം എന്ന് പറഞ്ഞാൽ പ്രേം നസീറാണ്. പിന്നെ വലിയൊരു സ്റ്റാർ കാസ്റ്റ് ഉണ്ട്, മമ്മൂട്ടി കൂടാതെ രതീഷ് ഉണ്ട്, അംബികയുണ്ട്, രവീന്ദ്രനുണ്ട്. അത് അത്യാവശ്യം അന്നത്തെ കാലത്ത് ഒരു ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമ തന്നെയായിരുന്നു. പിന്നെ വളരെ പ്രധാനപ്പെട്ട സിനിമയാണ് വിസ. ബാലു കിരിയത്താണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. അത് ആ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം, കേരളത്തിൽ നിന്ന് ഒരുപാട് പേര് ദുബായിലേക്ക് ഗൾഫ് രാജ്യങ്ങളിലേക്കൊക്കെ പോയി തുടങ്ങുന്ന, അല്ലെങ്കിൽ അന്ന് ഗൾഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും അങ്ങനെയാണ് എങ്കിലും അന്ന് ഗൾഫ് എന്ന് പറഞ്ഞാൽ വലിയൊരു എന്തോ ഒരു ഭയങ്കര മഹാസംഭവം പോലെയാണ് ഗൾഫിലെ ജോലി കിട്ടുക, ഒരു വിസ കിട്ടുക എന്ന് പറയുന്നത്. ഒരു വിസ എന്ന് പറയുന്ന ആ ഒരു പേര് തന്നെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആ കഥ എത്രത്തോളം ആണെന്ന് മനസ്സിലാവും. ഇതില് മമ്മൂട്ടി കൂടാതെ ശ്രീനാഥ്, മോഹൻലാൽ, ജലജ, ശാന്തി കൃഷ്ണ, ബാലയ്ക്ക് എന്നൊരു വലിയ സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. ഇത് സിനിമയിൽ മോഹൻലാൽ ഒരു ഹ്യൂമർ ക്യാരക്ടറാണ്, അത്യാവശ്യം ഹ്യൂമർ കൈകാര്യം ചെയ്തിട്ട്. മോഹൻലാൽ തുടക്കാലത്തെ മോഹൻലാലിന്റെ ചില ഹ്യൂമർ സിനിമകളിൽ പെട്ട ഒരു സിനിമ തന്നെയായിരുന്നു വിസ. ഇതിൽ മമ്മൂട്ടിയുടെ നല്ലൊരു സിനിമ തന്നെയാണ്. പിന്നെ ശേഷം കാഴ്ചകൾ എന്ന സിനിമയുണ്ട്, ബാലചന്ദ്ര മേനോന്റെ ഒരു സിനിമയാണ്. അതിലും വലിയൊരു സ്റ്റാർ കാസ്റ്റ് ആണ്. അതിലും ബാലചന്ദ്ര മേനോനുണ്ട്, മോഹൻലാലുണ്ട്, മേനകയുണ്ട്. ഒരു ത്രില്ലർ മൂഡിലൊക്കെ വരുന്ന ഒരു സിനിമയാണ്. അതിലും മമ്മൂട്ടി നല്ല ഒരു സിനിമയാണ്. മമ്മൂട്ടി നല്ലൊരു കഥാപാത്രമാണ് മമ്മൂട്ടി ആ സിനിമയിൽ ചെയ്തിട്ടുള്ളത്. പിന്നെ PG വിശ്വംഭരൻ സ്ഫോടനം എന്ന സിനിമയിലൂടെ മമ്മൂട്ടിക്ക് ഒരു എന്താ പറയാ, ഒരു സ്റ്റാർഡം എന്ന് പറയാൻ പറ്റുമെങ്കിൽ സ്ഫോടനമാണ് മമ്മൂട്ടി എന്ന നടനെ ഒരു വഴിത്തിരിവാക്കി കിട്ടിയ ഒരു സിനിമ എന്ന് പറയുന്നത്. അതിന്റെ സംവിധായകനാണ് PG വിശ്വംഭരൻ. അദ്ദേഹം ചെയ്തൊരു സിനിമയാണ് രുക്മ. ഇതിലും മമ്മൂട്ടിയും വേണുനാഗവള്ളി, മേനക, സീമ, ഒരു മൾട്ടി സ്റ്റാർ സിനിമ തന്നെയാണ്. പിന്നെ സന്ധ്യയ്ക്ക് വിരിഞ്ഞ പൂവ്, PG വിശ്വംഭരന്റെ തന്നെ സിനിമ. ഇതിൽ മമ്മൂട്ടിയും ശങ്കറും, സീമ, മോഹൻലാൽ, പ്രതാപേന്ദ്രൻ, അടൂർ ബാസി എല്ലാവരും അഭിനയിച്ചിട്ടുള്ള സിനിമയാണ്. പിന്നെ സാഗരം ശാന്തം എന്നൊരു സിനിമയുണ്ട്, വീണ്ടും PG വിശ്വംഭരന്റെ സിനിമയാണ്. ഇതിലും മമ്മൂട്ടിയുണ്ട്, നെടുമുടി വേണുണ്ട്, ശാന്തി കൃഷ്ണയുണ്ട്. പിന്നെ രചന എന്ന സിനിമ എനിക്ക് തോന്നുന്നു അന്ന് അങ്ങനെ എത്രത്തോളം ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു എന്നൊന്നും എനിക്കറിയില്ല, അല്ലെങ്കിൽ സൂപ്പർ ഹിറ്റ് ആണെന്ന് എനിക്കറിയില്ല. പക്ഷെ നല്ലൊരു സിനിമയാണ്. അത് ഇന്നും പലപ്പോഴും ആളുകൾ നല്ല സിനിമകളുടെ കാറ്റഗറിയിൽ പെടുത്തുന്ന ഒരു സിനിമയാണ്. മോഹൻ ഡയറക്ട് ചെയ്ത്, അതിൽ നെടുമുടി വേണുവാണ് ശരിക്ക് അതൊരു നായകൻ എന്ന് പറയുന്നത്, നെടുമുടി വേണുവും ശ്രീവിദ്യയും. ഇതിൽ പിന്നെ ഭരത് ഗോപി, മമ്മൂട്ടി അതിൽ നെടുമുടി വേണുവിന്റെ ഒരു ഫ്രണ്ട് ആയിട്ടാണെന്നാണ് എൻ്റെ ഓർമ്മ. കുറെ മുമ്പ് ഞാൻ കണ്ടിട്ടുള്ള സിനിമയാണ്. അതിൽ ഭരത് ഗോപിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുള്ള ഒരു സിനിമയാണ്.